ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വേറൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ്, വേറൊരു റെസിപ്പി ന്യൂട്രിമിക്സ് യൂസ് ചെയ്തിട്ടുള്ള വേറൊരു റെസിപ്പിയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു പാൻകേക്ക് റെസിപ്പിയാണ്. അപ്പോൾ ഇതും ഞാൻ എപ്പോഴും പറയുന്ന പോലെ ന്യൂട്രിമിക്സ് മാത്രമല്ല, നിങ്ങൾക്ക് സ്പ്രൗട്ടഡ് റാഗി പൗഡർ ഉപയോഗിച്ചിട്ടും ഒക്കെ ഈ റെസിപ്പി ട്രൈ ചെയ്യാം. നമ്മൾ എന്തായാലും ഇന്ന് ന്യൂട്രിമിക്സ് ഉപയോഗിച്ചിട്ടാണ് ഇത് ട്രൈ ചെയ്യണേ. എഗെയിൻ യു ക്യാൻ ഓർഡർ ദീസ് പ്രൊഡക്ട്സ് ഫ്രം നമ്മുടെ അടുത്ത് നിന്ന് ഓർഡർ ചെയ്യാം. ഓർഡർ ചെയ്യേണ്ട വാട്സാപ്പ് നമ്പറും ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കണേ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ന്യൂട്രിമിക്സ് വേണം, പിന്നെ സ്ട്രോബെറി ബനാന പാൻകേക്സ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് യൂസിങ് ന്യൂട്രിമിക്സ്. അപ്പം സ്ട്രോബെറീസ് വേണം. ഞാൻ 3 അത്യാവശ്യം മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള സ്ട്രോബെറീസ് എടുത്തിട്ടുണ്ട്. ജയ്ക്ക് സ്ട്രോബെറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇത്രയും സ്ട്രോബെറീസ് എടുത്തത്. നിങ്ങളുടെ ബേബിക്ക് ആ സോർ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ലെങ്കിൽ കുറച്ചെടുത്താൽ മതി. പിന്നെ ഞാനിവിടെ 2 കുഞ്ഞു ബനാനയാണ് എടുത്തിട്ടുള്ളത്. ഇത് ചെറിയ സൈസ് ആയതുകൊണ്ട് ഞാൻ 2 എടുത്തിട്ടുണ്ട്. റോബസ്റ്റ് ബനാന വെച്ചിട്ടും മറ്റേ അല്ലാത്ത വലിയ ബനാന വെച്ചിട്ടും ഒക്കെ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാം. ഏറ്റവും നന്നായിട്ട് ഞാൻ ഒരുപാട് പ്രാവശ്യം ഇത് ഉണ്ടാക്കിയപ്പോഴും ഏറ്റവും നന്നായിട്ട് എനിക്ക് തോന്നിയത് റോബസ്റ്റ് വെച്ചിട്ട് ഉണ്ടാക്കിയപ്പോഴാണ്. അപ്പോൾ ഇതിപ്പോൾ ഭയങ്കര കുഞ്ഞു ബനാന ആയതുകൊണ്ട് ഞാൻ 2 എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു എഗ്ഗ് വേണം. പിന്നെ ലൈക്ക് ഓൾവേസ് ഞാൻ എൻ്റെ എന്തുണ്ടാക്കുമ്പോഴും ഞാൻ ഇടുന്നൊരു സാധനം നട്ട്സ് പൗഡർ ആയിരിക്കും. അപ്പം നട്ട്സ് പൗഡർ നമ്മൾ സെല് ചെയ്യുന്നുണ്ട്. യു ക്യാൻ ഓർഡർ, നമ്മളടുത്ത് നിന്ന് ഓർഡർ ചെയ്യാം. അപ്പം നട്ട്സ് പൗഡറും ഇതിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളം വേണം. അത് നമുക്ക് ഉണ്ടാക്കുമ്പം കാണിച്ചു തരാം. അപ്പം നമുക്കിനി പാൻ കേക്ക് ഉണ്ടാക്കാനുള്ള ബാറ്റർ റെഡിയാക്കാം. ബാറ്ററിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഈ സ്ട്രോബെറീസും പിന്നെ നമ്മുടെ ബനാനയാണ് വേണ്ടത്. അപ്പം ഇത് 3ഉം നമുക്ക് ഒന്ന് മാഷ് ചെയ്തിട്ട് എടുക്കണം. അപ്പം ഭയങ്കര കുഞ്ഞു ബേബിക്കാണ് നിങ്ങളിത് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ കൈകൊണ്ട് വെച്ച് തന്നെ നന്നായിട്ട് നൈസായിട്ട് മാഷ് ചെയ്താൽ മതി. കുറച്ച് വലിയ കുട്ടികൾക്കാണെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ട് മാഷ് ചെയ്താൽ മതി. കുറച്ച് ബിറ്റ്സ് ആൻഡ് പീസസ് ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, അവർക്കത് ചവയ്ക്കാനൊക്കെ അവരായിട്ടുണ്ടല്ലോ. അപ്പം ജയ്ക്ക് ഞാനിതിപ്പം ഫോർക്ക് വെച്ചിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് മാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മളിപ്പം ഇത് നന്നായിട്ട് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. 2 ബനാനയും ആ 3 സ്ട്രോബെറീസും നന്നായിട്ട് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എഗ്ഗ് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് ഈ എഗ്ഗ് ഈ ബാറ്ററിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഏകദേശം നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ന്യൂട്രിമിക്സ് ഞാനൊരു 1 ടേബിൾ സ്പൂൺ, ഒരു 1.5 ടേബിൾ സ്പൂൺ ആയിരിക്കും ഞാനിടുക. അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഇതിലേക്ക് ന്യൂട്രിമിക്സിൻ്റെ 1 സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. 1 സ്പൂണും കുറച്ചും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നട്ട്സ് പൗഡർ ആഡ് ചെയ്യണം. നട്ട്സ് പൗഡർ ഒരു 6 months ഒക്കെ ആയ കുട്ടിയാണ് കൊടുക്കണമെങ്കിൽ നട്ട്സ് പൗഡർ ഓരോ നട്ടിനും അലർജി ഉണ്ടോയെന്നൊക്കെ നോക്കിയതിന് ശേഷം മാത്രമേ നട്ട്സ് പൗഡർ കൊടുക്കാവുള്ളൂ. ഇതിപ്പോൾ നമ്മൾ ആഡ് ചെയ്തു. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഈ ബാറ്റർ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇങ്ങനത്തെ ഒരു ബാറ്ററായിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ നോക്കുമ്പം കുറച്ചൊരു കട്ടിയുണ്ട്, കുറച്ചൊരു കൺസിസ്റ്റൻസി കുറച്ചും കൂടെ ഒന്ന് കൂടുതലാണ്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചാൽ മതി. നമുക്ക് ഭയങ്കര ലൂസ് ബാറ്റർ അല്ല വേണ്ടത്, ഇത്തിരി ഒരു മീഡിയം കൺസിസ്റ്റൻസിയിലുള്ള ബാറ്റർ തന്നെയാണ് വേണ്ടത്. അപ്പം വെള്ളം അതിനനുസരിച്ച് മാത്രം, വെള്ളമോ പാലോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ വെള്ളം ഉപയോഗിച്ചിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലുള്ള ഒരു മീഡിയം എല്ലാവർക്കും അറിയാമല്ലോ പാൻ കേക്കിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയിൽ അത്ര വെള്ളം മതി, അധികം വെള്ളമൊന്നും ഇതിന് ആവശ്യമില്ല. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, വലിയ കുട്ടികൾ ഇപ്പോൾ 2 വയസ്സിന് ശേഷം മുകളിലുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്യാം. ഈ ബനാനൻ്റെ സ്വീറ്റ്നെസ് പോരാ എന്നുണ്ടെങ്കിൽ കുറച്ച് ഷുഗർ ആഡ് ചെയ്യണോണ്ട് കുഴപ്പമില്ല, ജാഗരി ആഡ് ചെയ്യണോണ്ട് കുഴപ്പമില്ല. അങ്ങനെയൊക്കെ ഇതുണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം.
അപ്പം നമ്മളിപ്പോൾ പാൻ വെച്ചിട്ടുണ്ട്. ഇനി പാൻ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കിത് ജസ്റ്റ് ഒന്ന് ഓയിൽ ചെയ്യാം. അത് ഗീ ഉപയോഗിച്ചിട്ടോ ബട്ടർ ഉപയോഗിച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പാൻ ഒന്ന് ഓയിൽ ചെയ്തെടുക്കാം. അപ്പം ഞാനിതിൽ ഇത്തിരി ഗീ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബാറ്റർ ഒഴിക്കാം. ഒന്നൊരു ഇതിലിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഭയങ്കര കട്ടിയും ആവരുത്, ഭയങ്കര തിന്നും ആവരുത്. എന്നിട്ട് ഫ്ലെയിം ലോ ആക്കി വെക്കുക. എന്നിട്ട് ഇതൊന്ന് കവർ ചെയ്യുക. ഇതിപ്പം നല്ലോണം ഇവിടെയൊക്കെ ഇങ്ങനെ പോഴ്സൊക്കെ വന്നിട്ടുണ്ട്. നല്ലൊരു ബനാനൻ്റെയും സ്ട്രോബെറിൻ്റെയും സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിത് മെല്ലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതൊരു ഒരു മിനിറ്റ് ഈ സൈഡും ഒന്ന് കുക്ക് ആയിക്കോട്ടെ. തിരിച്ചിടുമ്പം ശ്രദ്ധിക്കണം, മെല്ലെ തിരിച്ചിട്ടാൽ മതിയേ. ഒന്ന് കവർ ചെയ്തിട്ട് ഈ സൈഡ് ഒരു മിനിറ്റ് മതി. നമ്മുടെ ഇന്നത്തെ ഈ ബാറ്റർ ഉപയോഗിച്ചിട്ട് ഇങ്ങനത്തെ 3 പാൻ കേക്ക്സ് ആണ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി നമുക്കിത് സെർവ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്ട്രോബെറി ബനാന പാൻ കേക്ക് യൂസിങ് ന്യൂട്രിമിക്സ് റെഡി ആയിട്ടുണ്ട്. ഞാനിങ്ങനെ ഒരു കുഞ്ഞ് കണ്ണും മൂക്കൊക്കെ വെച്ചിട്ടുണ്ട്. കുറച്ച് സ്ട്രോബെറീസും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്ലേറ്റ് ഒന്നും കൂടെ ഒന്ന് കളർഫുൾ ആക്കിയേനും. പക്ഷേ ഞങ്ങൾ സ്ട്രോബെറി തീർന്നു പോയി. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഡു ട്രൈ ദിസ് റെസിപ്പി. നിങ്ങളുടെ കുട്ടികൾക്കും ഇത് ഇഷ്ടമാവും ഉറപ്പാണ്. കാരണം ഞങ്ങൾ എപ്പോഴും ട്രൈ ചെയ്യുന്ന ഒരു റെസിപ്പിയാണ്. ഈ സെയിം റെസിപ്പി നിങ്ങൾ റാഗി പൗഡർ ഉപയോഗിച്ചിട്ട് ചെയ്താലും നന്നായിട്ട് വരും. ഇതെന്താ മമ്മ ഉണ്ടാക്കിയത്? എന്താ പത്തിരിയോ? കണ്ണൊക്കെ ഉണ്ടോ പത്തിരിക്ക്? പത്തിരിന്റെ കണ്ണെവിടെ? മൂക്കെവിടെ? എവിടെ മൂക്ക്? നീ തിന്നോക്ക്. Do try this recipe. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. Thank you so much for watching and do share this video with your friends who are parents ഒക്കെ ആയിട്ടുള്ള ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ അതൊന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയായിരിക്കും. Thank you so much for watching. Bye bye.